പ്രിയമുള്ളവരെ, നമ്മൾ ഒരു പുതിയ ആശയം ജനങ്ങളിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഒരാശയം ജനങ്ങളിൽ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അത് പെട്ടെന്ന് ജനങ്ങൾ സ്വീകരിക്കണം എന്നില്ല. അപ്പോൾ അതിൻ്റെ ആ സ്വീകാര്യതയ്ക്ക് നമ്മൾ ആദ്യം ചെയ്യുക ഒരു നടത്തുക എന്നതാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാതൃക നമ്മൾ ചെയ്യുക എന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു മാതൃകയാണ് നമ്മൾ കോഴിക്കോട് ജില്ലയിലെ അരൂർ UP സ്കൂളിൽ ചെയ്തിരിക്കുന്നത്. ഒരു പത്രം നിർമ്മിച്ചുകൊണ്ട് കുട്ടികൾ അതിലെ വരുമാനം പരസ്യത്തിലൂടെയും അതുപോലെ അതിൻ്റെ വിതരണത്തിലൂടെയും ലഭിക്കുന്ന സംഖ്യ ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. അപ്പോൾ ഒരു ആശയം വിജയിക്കണമെങ്കിൽ നമുക്ക് പ്രമുഖരുടെ പിന്തുണ അത്യാവശ്യമാണ്. അതിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രമുഖനായ വ്യക്തിയാണ് ശ്രീ ജയേന്ദ്രൻ മുഖേരി. അദ്ദേഹം കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവാണ്. അതേപോലെ ജേർണലിസ്റ്റ് കൂടിയാണ്. അതുപോലെ സാമൂഹ്യ രംഗത്ത് നല്ല രീതിയിൽ ഇടപെടുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വളരെയേറെ ഒരു നേട്ടമാണ് അദ്ദേഹത്തെ നമുക്ക് ഈ സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിന് വേണ്ടി ശ്രീ ജയേന്ദ്രൻ മുഖേരി അവരുടെ ക്ഷണിക്കുന്നു. ഓക്കെ, നന്ദി. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു വളരെ സവിശേഷതയുള്ള ഒരു പ്രോഗ്രാമാണ്. സ്കൂളുകളെ ആശ്രയിച്ചാണ് ഇങ്ങനൊരു പദ്ധതി ആവിഷ്കരിക്കുന്നത്. അതായത് ഒരു സ്കൂളിലുള്ള വിദ്യാർത്ഥികൾ പത്രം നിർമ്മിക്കുകയും അത് വിൽപ്പന നടത്തുകയും ചെയ്യുക. ആ പത്രത്തിൽ ആവശ്യമുള്ള പരസ്യം അവർക്ക് ഉൾക്കൊള്ളിക്കാം. അങ്ങനെ പരസ്യത്തിലൂടെയും പത്രവിൽപ്പനയിലൂടെയും കിട്ടുന്ന സംഖ്യകൾ, വരുമാനം വയനാട്, വിലങ്ങാട് ദുരിതം അനുഭവിക്കുന്നവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. മാത്രവുമല്ല, വിദ്യാർത്ഥികളുടെ സർഗാത്മക പ്രവർത്തനം മെച്ചപ്പെടുത്താനും ഈ പദ്ധതി വളരെയധികം സ്വാധീനം ചെലുത്തുകയും ചെയ്യും. അതിനാൽ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും സഹകരിക്കണമെന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. സ്നേഹത്തോടെ, ജയചന്ദ്രൻ മുഖേരി.